ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഇ.ഡി. റെയ്ഡ് രാത്രിയിലും തുടരുന്നു. രാവിലെ 7 മണിക്ക് തുടങ്ങിയ പരിശോധന 13 മണിക്കൂർ പിന്നിട്ടു. മുൻ ദേവസ്വം പ്രസിഡന്റ് എ. പത്മകുമാറിന്റെ വീട്ടിലെ പരിശോധന അവസാനിപ്പിച്ച് സംഘം നേരത്തെ മടങ്ങിയിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിലും ഗോവർദ്ധന്റെ വീട്ടിലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ഇ.ഡി. സംഘം തുടരുന്നുണ്ട്. ശരണും മനീഷ് മഹിപാലും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം ശരണിലേക്ക്. ശരൺ, ഗുഡ് ഈവനിങ്. ശരൺ, ഗുഡ് ഈവനിങ്. മനീഷ് മഹിപാൽ, ഇപ്പോഴും ഇ.ഡി. റെയ്ഡ് തുടരുകയാണോ? ചിലയിടങ്ങളിൽ റെയ്ഡ് അവസാനിച്ചു, മറ്റു ചിലയിടങ്ങളിൽ റെയ്ഡ് തുടരുന്നുണ്ട്. ചിലയിടങ്ങളിൽ 10 മണിക്കൂർ, ചിലയിടങ്ങളിൽ 12 മണിക്കൂർ റെയ്ഡ് തുടരുകയാണ്. റെയ്ഡിൽ വളരെ വിലപ്പെട്ട എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം? ശരൺ. അരുൺകുമാർ, ഗുഡ് ഈവനിങ്. എന്തായാലും 21 ഇടങ്ങളിലാണ് ഒരേ സമയം ഇ.ഡിയുടെ റെയ്ഡ് 7 മണിയോട് കൂടി ആരംഭിച്ചിരുന്നത്. ചില ഇടങ്ങളിൽ റെയ്ഡ് പൂർത്തിയായിട്ടുണ്ട്, മറ്റു ചില ഇടങ്ങളിൽ ഇനിയും വൈകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തുന്ന റെയ്ഡാണ്. അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്തുള്ള അന്വേഷണം നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ഉദ്യോഗസ്ഥരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി വൈകിയും തുടരുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അവിടെ നിന്നാണ് കൂടുതൽ രേഖകൾ ശേഖരിക്കാനുള്ളത്. എന്തായാലും രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഇ.ഡി. പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇ.ഡിയുടെ റെയ്ഡ് തുടങ്ങുന്ന വേളയിൽ തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്ന സംശയം SIT ഇതിനകം തന്നെ രേഖകളൊക്കെ പിടിച്ചെടുത്ത് കൊണ്ടുപോരുന്നതാണ്. അപ്പോൾ ഇ.ഡി. ഇനിയൊരു റെയ്ഡിലേക്ക് പോകുമ്പോൾ അതെങ്ങനെയാണ് രേഖകൾ കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഇ.ഡി. ഉദ്യോഗസ്ഥർ ഇപ്പോഴും വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ആ സംബന്ധിച്ചുള്ള രേഖകളൊക്കെ തന്നെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ അത് ഈ കേസിൽ നിർണായകമായി മാറുമോ എന്നുള്ളതാണ് നമുക്ക് വ്യക്തത വരുത്താനുള്ളത്. അത് വരും മണിക്കൂറുകൾ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഒപ്പം തന്നെയാണ് ഈ രേഖകൾ പിടിച്ചെടുത്ത് വിശദമായ പരിശോധന, അതായത് പ്രധാനമായും ഇ.ഡി. പരിശോധിക്കുന്നത് പ്രതികളുടെ ആസ്തി വിവരങ്ങളൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളുമാണ്. ഇതിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് ഇ.ഡി. നീങ്ങുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ ഇ.ഡി. രാവിലെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം, നിലവിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേന്ദ്രീകരിച്ച് ഉള്ള അന്വേഷണം മാത്രമല്ല, മറിച്ച് ശബരിമലയിലെ മറ്റ് ക്രമക്കേടുകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാജിവാഹനത്തിന്റെ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളിലും അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ ഇ.ഡി. പരിശോധിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലേക്ക് പലപ്പോഴായി എത്തിയ സംഭാവനകൾ, ഈ സംഭാവനകൾ കൈകാര്യം ചെയ്തതിൽ ക്രമക്കേട് നടന്നു എന്നുള്ളതും ഇ.ഡിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ വിവരം ലഭിച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് മറ്റ് ചില കാര്യങ്ങൾ, ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളടക്കം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്, അതിലും അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ളത് ഇ.ഡി. പറയുന്നത്. എന്തായാലും ശബരിമലയിലെ എല്ലാ ക്രമക്കേടുകളിലേക്കും കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഹൈക്കോടതി തന്നെ കൃത്യമായ നിർദ്ദേശം SITക്ക് നൽകിയിരുന്നു. ഈ നെയ് വിതരണത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്, ആ സംബന്ധിച്ചുള്ള അന്വേഷണം വേണമെന്നുള്ള നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിരുന്നതാണ്. അപ്പോൾ അതും ഇ.ഡിയുടെ ഈ വാർത്താക്കുറിപ്പിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതായത് നെയ് വിതരണം അടക്കമുള്ള എല്ലാ ക്രമക്കേടുകൾ സംബന്ധിച്ചും ഇ.ഡിയുടെ അന്വേഷണം തുടരുകയാണ്. ഓക്കെ, മനീഷ് മഹിപാൽ കൂടി നമുക്കൊപ്പം ഉണ്ട്. മനീഷ്, ഗുഡ് ഈവനിങ്. മനീഷ്, രാവിലെ 7 മണിക്ക് തുടങ്ങിയ റെയ്ഡാണ്. ദേവസ്വം ആസ്ഥാനത്തെ റെയ്ഡ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഏകദേശം 14 മണിക്കൂർ പിന്നിടുന്നു. ഇനിയും റെയ്ഡ് തുടരാനാണോ സാധ്യത? രേഖകളാണോ പ്രധാനമായും ഇ.ഡി. ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്? ഗുഡ് ഈവനിങ് ഡോക്ടർ അരുൺകുമാർ. നിലവിൽ ഞാൻ നന്തൻകോടുള്ള ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് മുൻപിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇന്ന് രാവിലെ 7 മണിക്ക് തുടങ്ങിയ ഇ.ഡിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ CRPFന്റെ സുരക്ഷ അടക്കമുണ്ട്. 13 അംഗ സംഘമാണ് ഇന്ന് രാവിലെ 7 മണിക്ക് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയത്. അങ്ങനെ പരിശോധന നീളുകയാണ്. ഇന്ന് രാത്രിയും പരിശോധന തുടരുമെന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2019 ഈ കൈമാറ്റത്തിലെ, അതായത് സ്വർണ്ണപ്പാളികൾ കൈമാറിയതടക്കമുള്ള ആ വർഷത്തെ എല്ലാ മിനിറ്റ്സ് രേഖകളും ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് അതിൻ്റെ യോഗം ചേർന്നത്. അന്ന് യോഗം ചേർന്നതിൻ്റെ മിനിറ്റ്സ് രേഖകളടക്കം പൊതുമരാമത്ത് രേഖകൾ, അതായത് ശബരിമലയിലേത് മാത്രമല്ല, ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പരിധിയിലുള്ള അധീനതയുള്ള 1307 ക്ഷേത്രങ്ങളുണ്ട് നിലവിൽ. ആ 1307 ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരം കൈമാറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇ.ഡി. പരിശോധിക്കുന്നത്. ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം നേരത്തെ തന്നെ ECR ഇതുമായി ബന്ധപ്പെട്ട് ഇ.ഡി. രജിസ്റ്റർ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇ.ഡിക്ക് ഇങ്ങനെയുള്ള പരിശോധന നടത്താൻ സാങ്കേതികമായി അധികാരമുണ്ട്. ആ അധികാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴിതാ 21 ഇടങ്ങളിൽ പരിശോധന നടത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന നടക്കുന്നത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണെന്ന പ്രത്യേകതയുണ്ട്. 14 മണിക്കൂർ പിന്നിടുന്നു. ഇവിടെയുള്ള മരാമത്ത് രേഖകൾ, മിനിറ്റ്സ് രേഖകൾ, ഒപ്പം തന്നെ മറ്റ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കൈമാറ്റം അടക്കം സംഭാവനകൾ ലഭിച്ചതിൻ്റെ വിശദാംശങ്ങൾ, ഒപ്പം തന്നെ അവിടെ നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള വഴിപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ,
സ്വത്തുവകകൾ, അതായത് എത്രത്തോളം സ്വത്തുക്കൾ ശബരിമലയിലുണ്ട്, ശബരിമലയിലെ പരിപാവനമായിട്ട്, അതായത് നേരത്തെ തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ ശബരിമല കേസ് കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം അവസാനിക്കുന്ന കേസല്ല, ഇത് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുമായി ബന്ധമുണ്ട്. അങ്ങനെയെങ്കിൽ ശബരിമലയിലെ പരിപാവനമായ പല സ്വത്തുക്കളും അത്തരത്തിലുള്ള വിഗ്രഹങ്ങളടക്കമുള്ള കാര്യങ്ങൾ കൈമാറ്റം ചെയ്തത് രേഖാമൂലമാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം രേഖകൾ പിടിച്ചെടുക്കുക. നേരത്തെ കൊല്ലം വിജിലൻസ് കോടതിയിലടക്കം ഇത്തരം മിനിറ്റ്സുകൾ അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ SIT മുഖാന്തരം ലഭിച്ച രേഖകൾ നേരത്തെ ഇഡിക്ക് കൈമാറിയിരുന്നു. അങ്ങനെ മിനിറ്റ്സ് രേഖകൾ അടക്കം ലഭിച്ച പശ്ചാത്തലത്തിൽ എന്തിനാണ് ഇപ്പോൾ ഈ തിരക്ക് പിടിച്ച ഒരു അനിതര സാധാരണമായ ഇഡിയുടെ പരിശോധന എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഇപ്പോഴും ED ഓഫീസിൽ ഉദ്യോഗസ്ഥരുണ്ടല്ലോ അല്ലേ? ED ഉദ്യോഗസ്ഥർ മാത്രമല്ല, അവിടെ ദേവസ്വം ഉദ്യോഗസ്ഥർ കൂടിയുണ്ട്. നേരത്തെ രാവിലെ ജയകുമാർ നമ്മളോട് പ്രതികരിച്ചത് ഈ മുതിർന്ന ദേവസ്വം ഉദ്യോഗസ്ഥരൊക്കെ ആലുവയിൽ ശിവരാത്രി ഉത്സവത്തിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് അവിടെയായിരുന്നു. അതിനുശേഷം അവരെ ആലുവയിൽ നിന്ന് തിരികെ വിളിച്ചു വരുത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. മുതിർന്ന ദേവസ്വം ഉദ്യോഗസ്ഥർ കൂടി ഇപ്പോൾ ഈ ദേവസ്വം ഓഫീസിലുണ്ടോ? അരുൺകുമാർ, ഇപ്പോൾ നമ്മൾ ഇവിടെ CRPFന്റെ ഉദ്യോഗസ്ഥരാണ് ഇവിടെ സുരക്ഷ ഒരുക്കുന്നത്. അവരോട് നമ്മൾ ചോദിച്ചിരുന്നു. അങ്ങനെ രാവിലെ എത്തിയ 13 അംഗ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഇപ്പോഴുമുണ്ട്. ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ കൂടി ഇവിടെ, ദേവസ്വത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ഉണ്ട് എന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. അവരാരും പുറത്തേക്ക് പോകാൻ അവരെ അനുവദിച്ചിട്ടില്ല. അത്തരം രേഖകൾ കൈകാര്യം ചെയ്ത് സാങ്കേതികമായി ക്ലറിക്കൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ അടക്കം ഇവിടെ ഈ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിച്ചിട്ടില്ല. അങ്ങനെ ഒരു ബന്ദ് ഹൗസിലാക്കിയാണ് ഈ ദേവസ്വം ബോർഡിന്റെ ഓഫീസിനെ ബന്ദ് ഹൗസാക്കി കനത്ത സുരക്ഷ. അതായത് സാധാരണഗതിയിൽ ഇന്നത്തെ ദിവസം ഇവിടെ ഒരു പൊതു ഓഫീസ് ആയതുകൊണ്ട്, സർക്കാർ ഓഫീസ് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ എത്തേണ്ടതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടെ നടന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ പോലും, മാധ്യമങ്ങളെ പോലും ഈ ഗേറ്റിനകത്തേക്ക് കടത്തി വിടുന്നില്ല. അങ്ങനെ വളരെ അനിതര സാധാരണമായ, ഒരുപക്ഷെ ഒരു നാടകീയമായ അല്ലെങ്കിൽ ഒരു മിന്നൽ പരിശോധന ഇവിടെ നടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ എന്തൊക്കെ രേഖകൾ പിടിച്ചെടുത്തു എന്നടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട് തന്നെ ED സാധാരണഗതിയിൽ ഇത്ര കാര്യങ്ങൾ ഒരു വാർത്താക്കുറിപ്പ് സാധാരണഗതിയിൽ ഇറക്കാറുണ്ട്. എന്തൊക്കെ പിടിച്ചെടുത്തു, എത്ര രേഖകൾ പിടിച്ചെടുത്തു. ഇനിയിപ്പോൾ ECR പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത സംഭവത്തിൽ തെളിവുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കേസിൽ തന്ത്രി കൂടി പ്രതിയാണ്. ECR പ്രകാരം തന്ത്രി കൂടി പ്രതിയാണെങ്കിലും തന്ത്രിയുടെ വീട്ടിലേക്ക് പരിശോധന നടത്തിയിട്ടില്ല. കോട്ടയത്തെ മുരാരി ബാബുവിന്റെ വീട്ടിൽ, പത്തനംതിട്ടയിലെ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെ വീട്ടിലൊപ്പം തന്നെ തിരുവനന്തപുരം പേട്ടയിലെ വാസുവിന്റെ വീട്ടിൽ, അങ്ങനെ KS ബൈജുവിന്റെ ഫ്ളാറ്റിൽ, അങ്ങനെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും വീട്ടിൽ റെയ്ഡ് നടത്തുമ്പോൾ ഇവിടുത്തെ റെയ്ഡിലും ഉദ്യോഗസ്ഥർ, അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട് എന്ന വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ നിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അല്പം മുൻപ് ഫോണിൽ വിളിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഫോൺ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. എന്താണ് അത്തരം കാര്യങ്ങളിലെ വിശദാംശങ്ങൾ എന്ന കാര്യം കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. പക്ഷേ താങ്ക് യു മനീഷ്, താങ്ക് യു ശരൺ. ഞാൻ മനീഷിലേക്ക് തിരികെ വരാം. ദേവസ്വം ആസ്ഥാനത്ത് റെയ്ഡ് അവസാനിക്കുന്ന ഘട്ടത്തിൽ 13 മണിക്കൂർ പിന്നിട്ട് 14 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരത്ത് ദേവസ്വം ആസ്ഥാനത്ത് ED നടത്തുന്ന റെയ്ഡ്.